വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിനെതിരെ സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ഋഷികേശ് റോയ് ജഡ്ജിമാർക്കുള്ള നിയമപരമായ സംരക്ഷണം തെറ്റ് ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ തടസ്സമാകുന്നുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ വിധി ശരിയായ വീക്ഷണമാണെന്നും ജസ്റ്റിസ് ഋഷികേശ് റോയ് അഭിപ്രായപ്പെട്ടു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്താണ് വിശദാംശങ്ങൾ? ബൽറാം. റിജിത്ത്, ഈ അലഹബാദ് ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജി ജസ്റ്റിസ് SK യാദവ് നടത്തിയ വിവാദ പരാമർശം നേരത്തെ സുപ്രീം കോടതി കൊളീജിയം പരിശോധിച്ചിരുന്നു. ഈ വിഷയത്തിലാണ് വിരമിച്ച ശേഷം ഇപ്പോൾ ജസ്റ്റിസ് ഋഷികേശ് റോയ് തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ ജഡ്ജിമാർക്ക് നൽകി വരുന്ന നിയമപരമായ സംരക്ഷണം തെറ്റ് ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ തടസ്സമായി മാറുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ വിവാദ പരാമർശത്തിൽ ഇദ്ദേഹം ജസ്റ്റിസ് SK യാദവ് മാപ്പ് പറയാൻ തയ്യാറായിരുന്നു. എന്നാൽ കൊളീജിയത്തിനു മുന്നിൽ മാപ്പ് പറയാമെന്നായിരുന്നു അദ്ദേഹം അറിയിച്ചത്. എന്നാൽ അതുപോരാ, മറിച്ച് പരസ്യമായി നടത്തിയ ഒരു വിദ്വേഷ പരാമർശം ആയതുകൊണ്ട് തന്നെ അത് പരസ്യമായി തന്നെ ഖേദപ്രകടനം നടത്തണം എന്ന് കൊളീജിയം ആവശ്യപ്പെട്ടു. അദ്ദേഹം അതിന് സമ്മതിച്ചെങ്കിലും ഇതുവരെ അത്തരത്തിൽ ഒരു നടപടിക്ക് മാപ്പ് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നാണ് ജസ്റ്റിസ് ഋഷികേശ് റോയ് വ്യക്തമാക്കുന്നത്. കൂടാതെ ഈ വിഷയത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള കേസുകളിൽ നടപടിയെടുക്കാനുള്ള പരിമിതികളെക്കുറിച്ചും അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു വിഷയം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ശബരിമലയിലെ യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട ആണ്. ആ കേസിൽ ഭിന്നവിധി പറഞ്ഞ ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ വിധിയായിരുന്നു ശരിയായ വീക്ഷണം എന്നാണ് അദ്ദേഹം തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം കേരള ഹൈക്കോടതിയിൽ പ്രവർത്തിച്ച് അനുഭവപരിചയമുള്ള വ്യക്തിയാണ് താൻ. അതുകൊണ്ട് തന്നെ മതപരമായ വിഷയങ്ങളിലുള്ള വൈകാരികമായ വിഷയം, ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വൈകാരികമായ കാര്യങ്ങൾ തനിക്ക് മനസ്സിലാക്കാൻ കഴിയും. മതപരമായ കാര്യങ്ങളിൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നുമാണ് ജസ്റ്റിസ് ഋഷികേശ് റോയ് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്. റിജിത്ത്.